അമേരിക്ക എടുക്കാൻ പോകുന്ന നിലപാട് തന്നെയായിരിക്കും പശ്ചിമേഷ്യയുടെ തന്നെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്നത്. അതിലേറ്റവും പ്രധാനം ഇന്ന് ചേരാൻ പോകുന്ന സുരക്ഷാ യോഗമാണ്. ഡൊണാൾഡ് ട്രംപ് പ്രധാനപ്പെട്ട നേതാക്കളെ മുഴുവനും ഭരണ നേതാക്കളെ മുഴുവൻ അക്കാര്യത്തിലേക്ക് വിളിച്ചു ചേർത്തിരിക്കുന്നു. വൈറ്റ് ഹൗസിൽ ചേരുന്ന ആ യോഗത്തിൽ എങ്ങനെയാണ് ഇറാൻ യുദ്ധത്തിൽ ഇനി പങ്കാളിയാവേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള നിർണായക ചർച്ച നടക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇറാൻ നടത്തിയിട്ടുള്ള അൽ ഉദൈദ് സൈനിക താവളത്തിൽ US-ന്റെ സൈനിക താവളത്തിൽ നടത്തിയിട്ടുള്ള ഈ ആക്രമണം അത് ഒരു പ്രതീകാത്മകമായിട്ടുള്ള തിരിച്ചടിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ ആളുകളെ കൊലപ്പെടുത്താനോ അല്ലെങ്കിൽ ഖത്തറുമായി തന്നെ ഒരു സംഘർഷത്തിൽ ഏർപ്പെടാനോ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് വ്യക്തമായി IRGC പറയുന്നുണ്ട്. ഖത്തർ ഞങ്ങളുടെ സൗഹൃദ രാഷ്ട്രമാണ്. ഖത്തരികളുമായി ഞങ്ങൾക്ക് യാതൊരുവിധ ശത്രുതയുമില്ല. അവരെ ഈ സംഘർഷത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് കൃത്യമായി തന്നെ പറയുന്നു. ആ ഒരു തലത്തിൽ തന്നെയാണ് ഖത്തറും അത് മനസ്സിലാക്കുന്നത് എന്നാണ് നമുക്ക് തിരിച്ചറിയുന്നത്. ഏതായിരുന്നാലും ഈ മേഖലയിൽ ഖത്തറുമായോ അല്ലെങ്കിൽ ബഹ്റൈനുമായോ ഗൾഫ് രാഷ്ട്രങ്ങളുമായിട്ടോ ഉള്ള ഇറാന്റെ ഒരു യുദ്ധപ്രഖ്യാപനം ഇപ്പോൾ വന്നിട്ടില്ല എന്നുള്ളത് നിർണായകമാണ്. എന്ന് മാത്രമല്ല ഈ US ബേസുകൾ ഉപയോഗിച്ചല്ല ഇറാന് നേരെ ഇപ്പോൾ അമേരിക്കയുടെ B-2 ബോംബറുകൾ അടക്കം ഉപയോഗിച്ചിട്ടുള്ളതും. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായും ഫോർദോ ആണവ നിലയത്തിന് നേരെ US നടത്തിയിട്ടുള്ള ഒരു ആക്രമണത്തിന് സ്വാഭാവികമായും ഇറാൻ ഒരു തിരിച്ചടി നൽകേണ്ടതുണ്ട്. അത് ഇസ്രായേലിൽ ബോംബിട്ടതുകൊണ്ടോ ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം നടത്തിയതുകൊണ്ടോ ഇതിന് തക്കതായ ഒരു പ്രതിഫലം അല്ലെങ്കിൽ ഒരു പ്രത്യാക്രമണമായി അത് വ്യാഖ്യാനിക്കപ്പെടില്ല. നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം, ഇറാനിലുള്ള ജനത അവർ എല്ലാവരും തെരുവിലാണ്. അമേരിക്കക്കെതിരെ വലിയ ഒരു തിരിച്ചടി നൽകണം എന്ന് ഇറാനിയൻ ജനത ആഗ്രഹിക്കുന്നു. ആ തരത്തിൽ തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനായിയും അതേപോലെ തന്നെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും അങ്ങനെ അടക്കമുള്ള നേതാക്കൾ എല്ലാവരും തന്നെ അമേരിക്കക്കെതിരെ വലിയ ശബ്ദങ്ങൾ മുഴക്കിയതാണ്. ഇപ്പോൾ മാത്രമല്ല, അമേരിക്ക ആക്രമണം തുടങ്ങുന്നതിന് മുമ്പും. അങ്ങനെയാണ് എങ്കിൽ അമേരിക്കക്കു നേരെയുള്ള വലിയൊരു തിരിച്ചടി ഇറാന്റെ അനിവാര്യതയാണ്. നമുക്കറിയാം, ഇതിപ്പോൾ തുടങ്ങിയതല്ല. അമേരിക്കയും അതേപോലെ തന്നെ ഇസ്രായേലും ചേർന്നുകൊണ്ട് ഇറാനിൽ കയറി കളിക്കുകയാണ് എന്ന് ഒക്ടോബർ 7-ന് ശേഷം നിരവധി തവണ നമ്മൾ കണ്ടതാണ്. അത് ഹമാസിന്റെ മേധാവി ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെടുന്നതാവട്ടെ, അതിനുശേഷം നിരവധി കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതാകട്ടെ, ഏറ്റവും ഒടുവിൽ ഈ മാസം 13-ന് ആരംഭിച്ച 200ഓളം പേരെ ഒറ്റയടിക്ക് വധിച്ച വലിയ ആക്രമണമാകട്ടെ, ആ 200 പേരിൽ 20 പേർ ഇറാന്റെ ഏറ്റവും പ്രമുഖരായ ആളുകളായിരുന്നു. അന്നെല്ലാം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനായി പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ US ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തിരിച്ചടി നൽകും എന്നൊക്കെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയതാണ്. അങ്ങനെ അത്ര വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയ ഒരു ഘട്ടത്തിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോർദോ ആണവ നിലയത്തിൽ ബങ്കർ ബസ്റ്റർ ബോംബ് US പ്രയോഗിക്കുമ്പോൾ ആ പ്രയോഗം തന്നെ ഒരു നേരത്തെ മുൻകൂട്ടി അറിയിച്ചുകൊണ്ടാണ് എന്നതടക്കമുള്ള തിയറികൾ നിലനിൽക്കുന്നു. US-ന് നേരിട്ട് ഇതിൽ പങ്കാളിയാവാൻ താല്പര്യമില്ല എന്നതടക്കമുള്ള സിദ്ധാന്തങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെയൊക്കെയാണ് എങ്കിൽ ആ ഒരു ആക്രമണത്തിന് പ്രതീകാത്മകമായി നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു ആക്രമണം എന്ന് പറയുന്നത് ഈ മേഖലയിലെ സെൻകോമിന്റെ ആസ്ഥാനമായ ദോഹയിലെ അൽ ഉദൈദ് വ്യോമതാവളത്തിന് നേരെ ആക്രമണം നടത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ആക്രമണം പ്രതീകാത്മകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ കൂടുതൽ എസ്കലേഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല. മറ്റിടങ്ങളിലേക്ക് ഇറാൻ ഇപ്പോൾ ആക്രമണം നടത്താനുള്ള സാധ്യതയുമില്ല. ഇനി അമേരിക്ക നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങി വരികയും ഫോർദോ ആണവ നിലയത്തിന് നേരെ അമേരിക്ക നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞത്, ഞങ്ങൾ നേരത്തെ ഉസാമ ബിൻ ലാദനെ വധിച്ചിട്ടുണ്ട്, അതിലൂടെ ഒരു യുദ്ധം ഞങ്ങൾ തുടങ്ങിയിട്ടില്ല. അതേപോലെ തന്നെ ഇറാനിലെ പ്രമുഖനായിട്ടുള്ള നേതാവും അൽ ഖുദ്സ് ഫോഴ്സിന്റെ മേധാവിയുമായിട്ടുള്ള ഖാസിം സുലൈമാനിയെ ട്രംപിന്റെ 1-ാം ടൈമിൽ വധിച്ചിട്ടുണ്ട്. അത് ആ ഒരു ആക്രമണത്തോടു കൂടി അവസാനിപ്പിക്കുന്നതായിരുന്നു, ഒരു യുദ്ധപ്രഖ്യാപനമോ അല്ലെങ്കിൽ വലിയ യുദ്ധമോ ആയിരുന്നില്ല. അതേപോലെയുള്ള അറ്റാക്ക് മാത്രമാണ് ഫോർദോ ആണവ നിലയത്തിന് നേരെയുള്ള US അറ്റാക്ക് എന്ന് ഡൊണാൾഡ് ട്രംപ് വിശദീകരിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ അതിനുള്ള ഒരു തിരിച്ചടി US-ന്റെ ഈ മേഖലയിലെ ഏറ്റവും വലിയ സൈനിക താവളമായ അൽ ഉദൈദ് താവളത്തിന് നേരെ ഇട്ട് അത് അവസാനിപ്പിക്കാനാണ് ഇറാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ആ അർത്ഥത്തിലുള്ള ആശയവിനിമയങ്ങൾ നടക്കും. ഇപ്പോൾ തന്നെ പക്ഷേ സുഹൈൽ, ട്രംപിന്റെ ഒരു രീതി വെച്ച്, സ്വഭാവം വെച്ച് ഏത് രീതിയിലായിരിക്കും ഇറാന്റെ ഈ ഒരു ആക്രമണത്തോട് പ്രതികരിക്കുക? അക്കാര്യത്തിൽ നമുക്കറിയാം, ട്രംപ് ടീമിൽ തന്നെ വലിയ തർക്കങ്ങൾ നിലനിൽക്കുകയാണ്. ട്രംപിന്റെ മാഗ ക്യാമ്പ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന ടീം ട്രംപ് പല അർത്ഥത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു ടീം പറയുന്നത് നേരത്തെ നെതന്യാഹുവിൻ്റെ അടക്കമുള്ള വലിയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഈ യുദ്ധത്തിൽ പങ്കാളിയാകണം എന്ന് പറയുന്ന വലിയൊരു വിഭാഗം മാഗ ടീമിലുണ്ട്.
മറ്റൊരു വിഭാഗം, അത് JD വാൻസ് അടക്കമുള്ള ആളുകളാണ് ആ വിഭാഗത്തെ നയിക്കുന്നത്. അവർ പറയുന്നത് യുദ്ധത്തിനിറങ്ങുന്നത് അമേരിക്ക നല്ലതല്ല. കാരണം അമേരിക്ക വോട്ട് തേടിയിട്ടുള്ളത്, US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലേറിയിട്ടുള്ളത് ഇനി അമേരിക്ക ഫസ്റ്റ് എന്ന നയം സ്വീകരിക്കണം എന്ന പ്രധാനപ്പെട്ട ഒരു അജണ്ടയുടെ മുകളിലാണ്. അതിൻ്റെ അർത്ഥം പശ്ചിമേഷ്യയിലടക്കം ഇറാഖ് അധിനിവേശമാകട്ടെ, അതിനുശേഷം നടന്ന അഫ്ഗാനിസ്ഥാനിലെ സംഘർഷങ്ങളാവട്ടെ, അതെല്ലാം നിരവധി US സൈനികരെ നമുക്ക് നഷ്ടപ്പെട്ടു എന്നും നിരവധി ബില്യൺ കണക്കിന് ഡോളർ അമേരിക്കക്ക് നഷ്ടപ്പെട്ടു എന്നതിലപ്പുറമായി കാര്യമായി എന്ത് നേട്ടമാണ് അമേരിക്കൻ ജനതയ്ക്കുണ്ടായത് എന്ന സ്വാഭാവികമായ ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് തന്നെ ഡൊണാൾഡ് ട്രംപ് നയിച്ചിട്ടുള്ളത്, വിജയിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൂടെ ആ ആശയത്തിൽ തന്നെ നിലനിൽക്കണം. ഈ ഭരണം ആരംഭിച്ച വർഷത്തിൽ തന്നെ ഒരിക്കലും ഒരു യുദ്ധത്തിലേക്ക് എടുത്തു ചാടരുത് അമേരിക്ക എന്ന നിലപാടുള്ള ആളുകളാണ് മാഗ ടീമിലെ വലിയൊരു വിഭാഗം. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിഭാഗത്തിനും ഇടയിൽ ഒരു ചെറിയ രൂപത്തിലുള്ള ഒരു സമവായം ഉണ്ടാക്കാനാണ് ഫോർദോ ആണവ നിലയത്തിൽ ബോംബിട്ടോ എന്ന് ചോദിച്ചാൽ ബോംബിട്ടു, എന്നാൽ കാര്യമായൊന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ ഒരു ആക്രമണം നടത്തി പോവുക എന്നത് മാത്രമാണ് ഈ ഒരു ആക്രമണത്തിലൂടെ അമേരിക്ക ഡൊണാൾഡ് ട്രംപ് ലക്ഷ്യം വെച്ചത് എന്ന ഒരു തിയറി നിലനിൽക്കുന്നുണ്ട്. അത് ഏറെക്കുറെ അത് ഇറാനെ അറിയുന്നതുമായിരുന്നു. പല അമേരിക്കൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഫോർദോ ആണവ നിലയം ആക്രമിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ അവിടെ നിന്നും സമ്പുഷ്ടീകരണം നടത്തിയ യുറേനിയം മാറ്റിയിരുന്നു, അതിനുള്ള സാവകാശം അമേരിക്ക നൽകിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പല അമേരിക്കൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ അതങ്ങനെയാണ് എങ്കിൽ അതിന് ഒരു തിരിച്ചടി നൽകാതിരിക്കാൻ ഇറാന് സാധിക്കില്ല. ആ അർത്ഥത്തിൽ ഒരു പ്രതീകാത്മകമായ ഒരു തിരിച്ചടി അത് ഈ ഖത്തറിലുള്ള എയർബേസിന് നേരെ നടത്തി. ഇതോടുകൂടി ഒരു വിൻ വിൻ സിറ്റുവേഷനിൽ ഇക്കാര്യം അവസാനിപ്പിക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. ഏതായിരുന്നാലും മറ്റൊരു റിപ്പോർട്ടും വരുന്നുണ്ട്, ഇസ്രായേൽ അറബ് രാജ്യങ്ങളെ സമീപിക്കുന്നുണ്ട് ഈ ആക്രമണം അവസാനിപ്പിക്കാൻ, നിർത്താനെന്ന്. കാരണം ഇസ്രായേലാണ് ഈ യുദ്ധം തുടങ്ങിവെച്ചത്. ഏകപക്ഷീയമായി തുടങ്ങിയ ഈ യുദ്ധം അതങ്ങനെ അവസാനിക്കുന്നില്ല എന്ന് ഇസ്രായേൽ തിരിച്ചറിയുന്നുണ്ട്.